ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ അടിച്ച് പോയ പോലെ ഉണ്ടാവും. കാരണം ഇത്ര നേരത്തെ നമുക്ക് എണീറ്റ് എല്ലാ ദിവസവും ശീലമുള്ളത് കൊണ്ടാണ് നമ്മളെ കണ്ണിങ്ങനെ ട്യൂബ് ലൈറ്റ് കത്തിയ പോലെ നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കാണികൾക്ക് ഒരു നേരത്തെ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു നേരത്തെ നമ്മൾ എണീറ്റത്. അപ്പോൾ ഇന്ന് പല ആൾക്കാരും സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ്. സ്കൂൾ പൂട്ടിൻ്റെ പകുതി കാലം ഞാൻ ഒറ്റയ്ക്കിരുന്നു. അപ്പോൾ സ്കൂൾ പൂട്ട് കഴിഞ്ഞിട്ടും എൻ്റെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വരാൻ പോവുകയാണ്. കാരണം ഇമ്മച്ചിക്ക് ജോലിയുണ്ട്, ഇമ്മച്ചി പണിക്കോലുണ്ട്, ഇമ്മച്ചി ടീച്ചറാണ്. ഇപ്പച്ചിക്ക് ജോലിയുണ്ട്, ഇപ്പച്ചി ടീച്ചറാണ്, അച്ഛമ്മാണ്. അഫീഫിന് ജോലിയുണ്ട്, അഫീഫ് സ്കൂളിൽ പോകലുണ്ട്, +2 സ്റ്റുഡൻ്റാണ് ഇനി മുതൽ. അതേപോലെ തന്നെ ഈസാന് ജോലിയുണ്ട്, ഓന് ട്രാവലിൻ്റെ പരിപാടിയുണ്ട്, ഓൻ പഠിക്കണമുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഓലൊക്കെ ബിസിയാവും. അതുപോലെ തന്നെ നൂറമോളും ബിസിയാവും. അപ്പോൾ ഇവിടെ പണിക്ക് പോകാത്ത ആൾക്കാർ ഇപ്പോൾ ആഴ്ചമാദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വർക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പണിക്ക് പോകാത്ത ഒരേ ഒരാളെ ഈ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ ഒറ്റക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ജൂൺ 1 പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുകയാണ്. ജൂൺ 1 പരിസ്ഥിതി ദിനം, സ്കൂൾ ഓർക്കണ ദിനം. അപ്പോൾ ഒരുപാട് കാലത്തെ കുന്തർമാണ്ടി കളികൾക്ക് ശേഷം, ചാടിക്കളികൾക്കും ഓടിക്കളികൾക്കും ശേഷം കാര്യത്തിലായ ദിവസം ഇവിടെ കടന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ ജൂൺ 1 വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ വ്ളോഗ് കാണുന്ന ഒരുപാട് കുട്ടികൾ, നൂറയെ പോലെയുള്ള ഒരുപാട് ചിടുങ്ങും മണികൾ ഇന്ന് മുതൽ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അതിൽ തന്നെ സ്കൂളിൽ ആദ്യമായി പോകുന്ന ചിടുങ്ങുമണികളുണ്ട്, പുതിയ ബാഗായിട്ട് പോകുന്നവരുണ്ട്, എല്ലാത്തവരുമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്കൂളിൽ നല്ല രീതിയിൽ പോവുക, നല്ല കുട്ടികളായി പഠിക്കുക, ആർക്കും ഇടങ്ങറൊന്നും ഉണ്ടാക്കാതെ, തല്ലുംപൊടിയിലും കാര്യത്തിലൊന്നും കൂടാതെ വളരെ നല്ല കുട്ടികളായിട്ട് പഠിക്കാനുള്ളത്. സ്കൂളിൽ പോണത് പഠിക്കാനാണ്, സ്കൂളിൽ പോണത് കളരി അഭ്യസിക്കാനല്ല സ്കൂളിൽ പോണത്. അപ്പോൾ കളരി അഭ്യാസത്തിന് പാരമ്പര്യ ഗുരുക്കൾ അവിടെയും ഇവിടെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. കരാട്ടെ, ടേക്വോണ്ടോ, കുങ്ഫു ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. പക്ഷേ സ്കൂൾ എന്നുള്ളത് വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള ഏരിയയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികൾക്കും, നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു പുതുവർഷം ഞങ്ങൾ നേരുന്നു. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഹിജാബൊക്കെ ഇട്ട് സ്കൂളിൽ മാക്സിമം ലെവലിൽ സുന്ദരിയായി സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് നൂറ അവരാണ്. ഈ കുപ്പായം ആരോഗ്യ ചാടിച്ചോ? നൂറങ്ങോട്ട് ഒരുങ്ങിയിട്ട് ഞാനേ രാവിലെ നൂറിനോട് പറഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ എൻ്റെ ബസ് എപ്പോഴും ചോദിച്ചു 9:10 പറഞ്ഞു. 9:05. അപ്പോൾ 9 മണിയാകുമ്പോൾ ചിന്നെ വിളിപ്പിക്കണം പറഞ്ഞു. അത് എൻ്റെ അടുത്തുണ്ട്, വന്നിങ്ങ് നിൽക്കണേ, നീച്ചോ? ഞാൻ അന്തം വിട്ട്, ഏതാണിത്, ഇതാരായി വന്നിക്കണത്? അപ്പോൾ ഈ ലുക്കിലാണ് വന്നത്. ഇത് കാണിച്ചു കൊടുത്താൽ ലുക്ക് നിങ്ങളെ സ്റ്റുഡൻ്റ് അല്ല കേട്ടോ. ഒരു പല സ്റ്റുഡൻസിൻ്റെയും അവസ്ഥയാണ് ഈ കാണുന്നത്. പക്ഷെ ഇതൊരു സ്റ്റുഡൻ്റ് അല്ല, ഒരു ഇന്ത്യൻ തോന്നല്ലേ, ഒരു സ്കൂളിലെ HM ഈ കിടന്ന. ഇപ്പച്ചിന്ന് പോണില്ല. ഒരു സ്കൂളിലെ 2 ടീച്ചർമാരാണ് മത്സരിച്ച് പോണില്ല പറയുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. അങ്ങനെ നീണ്ട 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് ഞങ്ങളെല്ലാം പുതിയ ബാഗും പുതിയ ഷൂവും പുതിയ കുപ്പായും ഷർട്ടൊക്കെ കഴിഞ്ഞാണ്ട് പുതിയ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ കരഞ്ഞ് വെറുതെ അല്ല, അത് പല ടീച്ചർമാരും ഉള്ളിൽ പരസ്യമായിട്ടും കരയുന്നൊരു കരച്ചിലാണ്. പണ്ട് കുട്ടികളാണ് കരഞ്ഞിരുന്നത്, സ്കൂളിലേക്ക് ബാഗൊക്കെ ഇട്ട് തള്ളി ആക്കണം. ഇന്നിപ്പോൾ ടീച്ചർമാരാണ് കരയുന്നത്. കാരണം അങ്ങനെയാണ്. സ്വന്തം 2 മക്കളെ പോലും പോറ്റാൻ, 3 മക്കളെ പോറ്റാൻ പല രക്ഷിതാക്കൾക്കും കഴിയുന്നില്ല. അതേസമയം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത് ഇതേപോലെയുള്ള കൂറിനെ പോലെയുള്ള 50 കുട്ടികളാണ്. 50 കുട്ടികളെയാണ് ഒരു അധ്യാപകന് പോറ്റേണ്ടത്, നോക്കേണ്ടത്. അതിലേറെയുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി വികസിച്ച ഈ കാലഘട്ടത്തിൽ ഒത്തിരി പണിപ്പെടേണ്ടി വരും നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ.
ഏതായാലും സ്കൂൾ ബസ്സുകൾ പോകണ്ടോ ഓടിപ്പറങ്ങനെ പുതിയ കാഴ്ച അനാൻഷാ ഓക്കെ. അപ്പോൾ ഓക്കെ, നല്ലൊരു ഞാൻ എൻ്റെ ഒരു പ്രത്യേകത ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ പഴയ സ്കൂളിലേക്കാണ്. പഴയ സ്കൂൾ മീൻസ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് GLPS പെടയന്താള് ചോക്കാട് പഞ്ചായത്താണ്. ഇനി ഞാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഗവൺമെൻറ് മോഡൽ UP സ്കൂളിലേക്കാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എത്തിപ്പെടുക. പഴയ വിദ്യാലയത്തിലേതുപോലെ പുതിയ വിദ്യാലയത്തിലും നല്ല പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നല്ല സഹപ്രവർത്തകരുമായിട്ട് ഒരു കുടുംബം പോലെ നമ്മളെ ഈ ഒരു പിന്നെ ഹനാൻ ഫാമിലി പോലെ ഒരു കുടുംബ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ എനിക്കും അവിടെയുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കുട്ടികളോട്, അതായത് വ്ളോഗ് കാണുന്ന ചെറിയ കുട്ടികൾ സ്കൂളിൽ പോവാണെന്ന്, ഓക്കെ, ഇപ്പൊ പച്ചി എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഫീൽഡ്. 14 സ്കൂളുകളിൽ 12 ഹെഡ്മാസ്റ്റർമാരുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത്രയും കുട്ടികളും ഇനി പറയും, ചോദിക്കൂ, എന്താണ് ചോദ്യം? ഇത്രയും കുട്ടികളോട് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ എന്നുള്ളതിൽ ഇത്രയും കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളോട് ഉപ്പച്ചയ്ക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറയാം, നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമല്ല അങ്ങനെ പഠിക്കണം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അധ്യാപകരെ എന്ത് ചെയ്യുക, പിന്നെ ദൈവതുല്യമായിട്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. അധ്യാപകരെ റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെ അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലെല്ലാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാവട്ടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാവട്ടെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ അധ്യാപകർ ക്ലാസ്സിൽ തരുന്നത് നമ്പർ 1 പഠിപ്പിച്ചിട്ടായിട്ട് അങ്ങനെ മാറൊന്നും വേണ്ട. പാഠ്യേതര വിഷയങ്ങളിൽ അവിടെ ഒരു മെയിൻ ഒരു കാര്യം കിടക്കുന്നുണ്ട്. ചില ആളുകൾ ഈ പഠനത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ പോയിട്ട് ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക, പിന്നെ സമൂഹത്തോട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ കുറേ കുട്ടികൾ അങ്ങനെ ഉണ്ട്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതാണോ അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന ഏരിയ, അത് ചിലപ്പം ടീച്ചിങ് ആവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, ഡ്രൈവറാവാം, തെങ്ങുമ്മ കയറുന്ന ജോലിയാവാം, അതിനൊക്കെ ഒരു എന്തുണ്ട്, ടാലൻ്റ് ഉണ്ട്. അതിലൊക്കെ ഒരു ഇതുണ്ട്. അതിന് ചെറുതായിട്ട് കാണണ്ട, എല്ലാം ജോലികൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കാതെ പഠനം നടത്താൻ, അറിവ് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അറിവിനേക്കാൾ വേണ്ടത് ഒരു തിരിച്ചറിവ്. ആറ്റോമിക ഫ്യൂഷനും നടത്തിയിട്ട് എനർജി ഉണ്ടാക്കാം, അത് അറിവാണ്, ഫിസിക്സ് തരുന്ന അറിവാണ്. എന്നാൽ ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മക്കളെ ബോംബിട്ട് കൊല്ലരുത് എന്നൊരു പഠനം അപ്പുറത്തുണ്ട്. അത് തിരിച്ചറിവാണ്. മനസ്സിലായില്ലേ? അതാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിവ്. അതന്നെ തിരിച്ചറിവാണ് വേണ്ടത്. അറിവിനേക്കാൾ കൂടുതൽ വേണ്ടത് തിരിച്ചറിവാണ്. അതെ. പിന്നെ മറ്റൊന്ന്, ടെക്നോളജിയാണ് നല്ല രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തുക. ഇപ്പം ബ്ലോഗോ കാര്യങ്ങളോ മറ്റൊക്കെ കാണുന്നതിന് അതിനു വേണ്ടി മാത്രം ടൈം ചിലവഴിക്കരുത്. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പിന്നെ ഇതിലൊരു ഇതായിട്ട് ഒരു ഭാഗമായിട്ടെടുക്കുക. ഫുള്ളി അതിൽ എൻഗേജഡ് ആവരുത്. പിന്നെ അതേപോലെ അതങ്ങനെ തന്നെയാണ്. രണ്ടാമത്തത് പിന്നെ എന്താണ്, ഇപ്പോൾ ഇന്നലെ ഒരു ഇതിൽ കണ്ടത്, അതിൽ കമൻസിൽ പറയുന്നത് എന്താ അറിയോ, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹനാൻ്റെ ബ്ലോഗ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഹനാൻ്റെ ബ്ലോഗ് കണ്ടപ്പോൾ പിന്നെ എൻ്റെ കരച്ചിലൊക്കെ മാറി ഞാൻ ചിരിച്ചു. നിങ്ങൾ എന്തൊരു കമൻസ് വിട്ടുകൊണ്ട് ഒരു ഇതില്ലേന്നു, കമൻസ് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഓർക്കാപ്പുളി പിന്നെ എങ്ങനെയാണ് പിന്നെ ഓർക്കാപ്പുളി ഭാവവ്യത്യാസമില്ലാതെ എങ്ങനെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഉണ്ടല്ലോ. അത് ഒരാൾ നല്ല അതിൻ്റെ ഒരു ഇതിട്ട് കണ്ടു. ഓക്കെ, അപ്പം പിന്നെ അതാണ്. ഇനി എന്താ പറയാനുള്ളത്? ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുമല്ലോ. പിന്നെ ഡ്രഗ്സിൻ്റെ കാലമാണ്, അതാണ് ഒന്ന് പറയണത്. അത് കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. നമ്മളെ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പാഠ്യപദ്ധതിയിലൊക്കെ വന്നിട്ടുണ്ട്. സ്കൂൾ തുറന്ന് ഒരാഴ്ചക്കാലം അത്തരം കാര്യങ്ങളിലൂടെ അധ്യാപകർ 1 മണിക്കൂർ സമയം. ഓക്കെ, സ്കൂൾ തുറന്ന് ഒരു മാസം, അല്ല ഒരു മാസമല്ല, 10 ഡേയ്സ്, 10 ഡേയ്സോ 1 വീക്കോ, അത് എത്രയാവാം, അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അതിലൊന്നും പെട്ടുപോവാതെ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ്, ഞാനിപ്പോൾ എൻ്റെ സ്കൂൾ അതുമായി ബന്ധപ്പെട്ടൊരു പാട്ട്, ഒരു സോങ് പാടുന്നുണ്ട്. സുഹൃത്തായിട്ടുള്ള ഒരു അധ്യാപകന് ഷഫീഖ് മാഷ് വണ്ടൂർ എഴുതിയ ഗാനം നമ്മളെ പിന്നെ ഇദ്ദേഹം നമ്മളെ വണ്ടൂർ ജലീലൊക്കെ അത് ആലപിച്ചിട്ടുണ്ട്.
അപ്പോൾ അതാണ് എന്താണ് അല്ലല്ലല്ല മറപ്പിക്കല്ലേ. ലില്ലിമുളം കാടുകളിൽ കുട്ടിക്കാലം തൊട്ട് തന്നെ ലഹരിയിൽ നിന്നിടാതെ മക്കളെ മക്കളെ പുകവലിയും മദ്യപാനം പാൻപരാഗിൽ നിന്നുമൊക്കെ മക്കളെ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ എൻ്റെ വരികൾ എൻ്റെ അടുത്ത് പോക്കറ്റിലുണ്ട്. വരികൾ മറന്നുപോയി. തൊട്ട് തന്നെ ലഹരിയിൽ നിന്നൊക്കെ മാറൂ മക്കളെ മക്കളെ പുകവലിയും മദ്യപാനം പാൻപരാഗിൽ നിന്നും മാറൂ മക്കളെ മക്കളെ പുകവലിയും മദ്യപാനവും പാൻപരാഗും നിന്നും മാറും മക്കളെ മക്കളെ. എന്താ അങ്ങോട്ട് ഫോക്കസ് ചെയ്യണേ? അങ്ങോട്ട് ഫോക്കസ് ചെയ്യണ അല്ല. ഒന്നല്ല പറഞ്ഞു ഏതോ യാത്ര പോയിട്ട് ഡൽഹിയിൽ യാത്ര പോയിട്ടേ പാൻപരാഗ് തിന്നണ ആളെ കണ്ടപ്പോൾ തന്നെ ഓന് മടുത്തു പോയി എന്നാണ്. അതിന്റെ സ്മെല്ല് കേട്ടിട്ട് ഓനോടത്ത് മാറി. പുകവലി പിന്നെയും സഹിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി എന്താ വേറെ പഠിക്കാം സമയം. അപ്പോൾ നല്ല സെറ്റപ്പ് ആക്കി വരിട്ടോ. നല്ല പഠിച്ചോണ്ടി. നന്നായി പഠിച്ചിടണം. അത് കയ്യിലുണ്ട്. നന്നായി പഠിച്ചിടണം. ചെറിയ പോക്കറ്റ് ഇതില്ലേ ഓപ്പന് മോളിൽ എന്ന് പറഞ്ഞ ഇതിലൊരു പൂച്ച ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ എപ്പോഴും ഒരു ബാഗ്. അതല്ല ഇതെന്താ പുകവലിയും മദ്യപാനം വലിച്ചുകൊണ്ട് സ്കൂളിൽ പോകും മക്കളെ. അതല്ല, അതൊന്നും അല്ലടാ. ഏതോ പേപ്പറൊക്കെ കൊടുത്ത് എവിടെപ്പാ ഞാനൊരു 100 അറിയുന്നുണ്ട്. ഇതൊരു സന്ദേശം ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ടാണ്. കുട്ടിക്കാലം തൊട്ടു നിന്നൊക്കെ മാറൂ മക്കളെ മക്കളെ പുകവലിയും മദ്യപാനം പാൻപരാഗിൽ നിന്നും മാറും മക്കളെ മക്കളെ. ആദ്യമോരൽപ്പം തരും, പിന്നെയും വാങ്ങിത്തരും, പിന്നെ അതിൽ മുങ്ങിത്താഴും മക്കളെ. കെണിയാണ് സർവനാശം, മണിയാണ് അതിൽ പെടാതെ നോക്കേണം നിങ്ങൾ പൊന്നുമക്കളെ മക്കളെ. നന്നായി പഠിച്ചിടണം, നന്നായി പഠിച്ചിടണം, സ്കൂളിൽ പോയിടണം, നല്ലൊരു ലക്ഷ്യം വേണം, ഇന്നേ ഒരുങ്ങിടണം മക്കളെ. നന്നായാൽ നന്മ വരും, നന്നായാൽ നന്മ വരും, നാട്ടിൽ സൽപേര് വരും, നാടും നന്നായി തീരും മക്കളെ 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 മക്കളെ. നന്മ എന്നോട് നന്നായി പഠിച്ചിടണം, സ്കൂളിൽ പോയിടണം. സീൻ വാരിട്ടോ. അത് ആരാ എഴുതിയപ്പോ അതിന്റെ വരി? അത് പിന്നെ ഒരു കവിയില്ലേ? അപ്പൊ ഇപ്പച്ചി ഇതാ പുറപ്പെടുകയാണ്. പാവപ്പച്ചി പോകേണ്ടിരുന്ന വണ്ടി ഇപ്പച്ചിൻ്റെ വണ്ടിയാണ്. ഇപ്പച്ചി ഒരുക്കി നല്ല രീതിയിലാക്കി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി സെറ്റാക്കി വെച്ച ഇപ്പച്ചി 10,000-15,000 റുപ്യക്ക് പണിയെടുപ്പിച്ചിന്. ഇപ്പച്ചിൻ്റെ ബ്ലാക്ക് എറ്റിയോസ് ബഹുമാനപ്പെട്ട ബസ്സുകാർ കുത്തിയാണ്ട് എന്തായാലും. ശംസു കാക്ക, എങ്ങനെയുണ്ട് നമ്മുടെ വ്ളോഗിൽ നമ്പർ കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിക്കാല്. ഊഞ്ഞാലക്ക് വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്തത് നമ്പർ കൊടുത്തത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അനാൻസാനെ കിട്ടും. ഇങ്ങോട്ടേക്ക്
പുതിയ അധ്യയന വർഷത്തിലേക്ക് പുതിയ ചൂടപ്പുമായിട്ട് നീങ്ങാണ്. ഓക്കെ, ഇൻഷാല്ലാ കാണാം കേട്ടോ. പോയിക്കോട്ടെ. ഓക്കെ, എന്താ ഈ വണ്ടിയാടാ? വണ്ടി ടൈം എടുക്കും. ആ റെഡി ആവും. കൊടുത്താണ്. എങ്ങനത്തെ കാലാവസ്ഥ ബൈക്കുമ്പോൾ പോവാം അല്ലേ? അപ്പൊ ഇപ്പച്ചി പുറപ്പെടാൻ കേട്ടോ. ഇപ്പച്ചി പുറപ്പെടും. സംസുഖാക്ക എന്നിട്ട് എങ്ങനെയുണ്ട്? എന്താണ് പറയുന്നത്? എൻ്റെ ഒരു ഫോൺ കത്തി 25,000 കോളുകൾ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ വിശ്വസിക്കൂല. ഒരു ഫോൺ കത്തിയപ്പോൾ പോയപ്പോൾ എന്ത് ചെയ്തു? ഒരു സാധാ ലോക്കൽ ഫോൺ വാങ്ങേണ്ടി വന്നു. കോള് വന്നിട്ടോ? കോള് വന്ന് ഫോൺ കത്തി. 25,000 കോൾ ഒരു ഫോൺ അറ്റൻഡ് ചെയ്താണെങ്കിൽ ആര്യാറിന് വരെ വരില്ല. MLA വരെ വരണ്ടല്ലോ. അത്ര അന്നേ സംസുഖാക്കാനോട് ഞാൻ പറയുന്നുണ്ട്, സംസുഖാക്ക വ്ളോഗിന് നമ്പർ കൊടുത്താൽ ശരിയാവില്ല, പണിയാവാൻ ചാൻസ് ഉണ്ട്. അയച്ചു കൊടുത്തോ ധൈര്യമായിട്ട്. അല്ല, എൻ്റെ ടീമാണ് എനിക്ക് ഒരു 25 പൈസ തരാൻ എനിക്കൊരു ഫോൺ ആകാൻ കാര്യം. പാവ സംസുഖാക്കാന്റെ ഫോണിന് തീയിട്ടു നമ്മളെ യൂട്യൂബിൽ നിന്ന് എല്ലാവരും. അപ്പം ഇനി അങ്ങനെ ചെയ്യരുത്, എല്ലാവരും വിളിച്ച് കതി എടുത്തിട്ടാ. അപ്പം നമ്മളെന്തായാലും സ്കൂളിൽ പോവുകയാണ്. ഞാൻ ബലാക്കി കൊടുക്കാൻ പോവാ നൂറനെയും ബലിയും. നമുക്ക് ഇതിൽ വലിച്ചോ. അഫി ചാവി എടുത്തോർന്നാ, ഇതിട്ടാ മതി. അത് കുഴപ്പമില്ല, അതെന്നെ ഇടല്ല, ഇപ്പൊ ഇടല തുടങ്ങി അങ്ങനത്തെയൊക്കെ. നന്നായി പഠിച്ചിടണം, സ്കൂളിൽ പോയിടണം. നൂറിന്റെ ബാഗ് എടുത്താ കാണട്ടെ, ഞാൻ വാങ്ങി തന്ന എല്ലാം ഉണ്ടോ നോക്കട്ടെ. മുട്ടപ്പൊരിയോ? ഓ മോനെ, മുട്ടപ്പൊരിയോ നോക്കട്ടെ. ബാഗുമേലൊക്കെ ഫോട്ടോ കുന്ത്രമണ്ടിയൊക്കെ തൂക്കിയാണ് പോണത്. എടുക്ക്. എവിടെ മുട്ടപ്പൊരി? എവിടെ ചോറിന് എന്താ ഉള്ളത് നോക്കാം, വേറെ ഒന്നും നോക്കണ്ട. പ്ലീസ് ഒന്ന് കാണിച്ചു പ്ലീസ്. ഓ ഒന്ന് നൂറിന്റെ ചോറിൽ എന്താ ഉള്ളത് നമ്മൾ നോക്കാന്. ഇതെങ്ങനെ അൺബോക്സ് ചെയ്യാ? ഓ തിന്നാലോ? കുറച്ച് അച്ചാർ എടുത്താളെ ഇവിടെ നിന്നാ. സ്വന്തം പേരെഴുതിയ സ്വന്തം വാട്ടർ മാർക്കിലുള്ള വാട്ടർ ബോട്ടിലും സാധനങ്ങളൊക്കെ ആയിട്ട് നൂറ് ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അതെന്താ? പാലിട്ടോ സ്കൂളിന്? പായസം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തല്ലേ? തിന്നാളെ മാത്രമേ ഉള്ളൂ. ഈ ആറവർക്ക് ആരെല്ലാം ക്യൂട്ട് സാധനങ്ങളൊക്കെ. ക്യൂട്ടാച്ചി കൊറിയൻ മിനുക്ക് സാധനങ്ങളൊക്കെ ഉള്ള അറിയട്ടത്. ഒന്നുമില്ലേ? അപ്പം ഇന്ന് നൂറ് സ്കൂളിൽ പോകണത് തിന്നാൻ വേണ്ടി മാത്രം കേട്ടോ. ഒരു ഗ്ലാസും സ്കൂളിൽ നിന്ന് കിട്ടുന്ന പാൽ കുടിച്ചാനുള്ള ഒരു പാലിൻ്റെ ഗ്ലാസും വേറെ 2 ചോറ്റും പാത്രം മാത്രമല്ലാതെ ഈ ബാഗിൽ നിന്നൊന്നുമില്ല. പിന്നെ കുറച്ച് സ്റ്റൈലും 2 മുട്ടയും കുറച്ച് സ്റ്റൈലും മാത്രമേ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകണുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോകണുള്ളൂ. അഫിയേ റിസൾട്ട് സ്കൂളിന് മുന്നിൽ വന്ന് വിളിച്ചു പറയാണല്ലോ. മാനക്കേടാവണ്ട കരുതിയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക. എല്ലാരും പ്ലാൻ ഇട്ട് കണ്ട എന്നെയൊന്നും പറ്റില്ല, ആരും പറ്റില്ല. ശ്രദ്ധിക്കണല്ലോ. ബാ ഈച്ചു ബാ. ആ ഇത് തന്നെ ചായ പിടിച്ചിട്ട് പോയാ പോരെ. നൂറിന്റെ സ്കൂൾ എപ്പോഴാ? ഓ ബ്യൂട്ടി. ആഴ്ചമാത്താ തട്ടോളിട്ടോ. മേരി പരമസുന്ദരിയായ ആഴ്ചമാത്ത ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇന്ന് സ്കൂളിൽ കുട്ടികളെല്ലാരും തിരിച്ചു പോവാണ്. ജൂൺ 1-ാം തീയതിയാണ്. ഓൽക്ക് വേണ്ടിട്ട് ആഴ്ചമാത്താക്ക് എന്താണ് 2 സന്ദേശം കൊടുക്കാനുള്ളത്? എന്താ ഓൽക്കേ പഠിച്ചാ ഓൽക്ക് നല്ലത്. അത്രേ ഉള്ളൂ. പഠിച്ചണമെന്നൊന്നും പറയില്ല, പഠിച്ചാൽ ബാപ്പി ബുദ്ധി വിടും. എന്റെ കുട്ടികൾ കളിച്ച് ലക്ഷ്യം നടട്ടെ എഴുതിക്കാണ്ട് ഇനി തൊയിലും തരൂല, ഇനി തൊയിലും കൊടുക്കൂല. മീൻ ബാപ്പി ഉന്തി വിടും. കുട്ടികൾക്കൊന്നും ഇനി ഒരു സ്വൈര്യം ഉണ്ടാവില്ല, വെറും സ്വൈര്യം ഉണ്ടാവില്ല, ഒന്നിനും സ്വൈര്യം ഉണ്ടാവില്ല. നമ്മൾ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണതാണോ സ്കൂളിൽ നിന്ന് വാങ്ങി തിന്നണതാണോ നല്ലത്? സ്കൂളത്തെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണമൊക്കെ ഒന്ന് തന്നെയാവും. എല്ലാം റേഷൻ അരി തന്നെയാണ്.
റേഷൻ അരി ഒന്നല്ല, നമ്മളത് റേഷനൊന്നുമല്ല, നമ്മളത് നല്ല അരിയാണ്. ഒക്കെ അവിടെ റേഷൻ അരി ആയാലും എന്താണ് അറിയാമെങ്കിൽ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ. കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് കേസ് ഉണ്ടാക്കൂലേ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ക്വാളിറ്റി ഭക്ഷണമാണ് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ആഴ്ചമാത്താന്റെ കാലത്ത് സ്കൂളിൽ പോണ ടൈമില് എന്ന് വെച്ചാൽ ജൂൺ 1 തീയതിയാണോ സ്കൂൾ തുറക്കുക അതോ ജനുവരി 1 ജൂൺ 1 തീയതി ജൂൺ 1 തീയതി സ്കൂൾ തുറക്കുക. അക്കാഡമിക് ഇയർ മഴ ഉണ്ടായിനോ? മഴ അല്ലാതെ മഴ ഉണ്ട്, മഴ അന്നും ഇന്നൊക്കെ ഉണ്ട്. തളം കെട്ടി പെയ്യനി മഴ, താളം കെട്ടി പോയി ആ ഒരു ടൈമില്. അപ്പൊ അന്നും ഇന്നും വന്നൊരു മാറ്റം എന്താണ്? മാറ്റമൊന്നുമില്ല. മഴ ഇപ്പം ഇന്ന് കൂടുതലായിട്ട് ഇപ്പോൾ 4 ദിവസം ഉണ്ടായി. 4 ദിവസം 5 ദിവസം ഒന്നല്ല, ഒരു 2 ആഴ്ചയായില്ലേ. 2 ആഴ്ച. അന്ന് കൊങ്ങംവെള്ളത്തിൽ നീന്തിയാണ് എല്ലാവരും സ്കൂളിൽ പോയിരുന്നുണ്ട്. എത്ര ആള് പോയി ഒലിച്ചു പോയിക്കണു സ്കൂളിൽ നിന്നോ? പിന്നെ തോണി മറിഞ്ഞിട്ടും തോണി മറിഞ്ഞു പോയിക്കണു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ. ആഴ്ചമാത്താന്റെ കാലത്ത് എന്താ വെച്ചാല് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടാവും. പക്ഷെ 1-ാം ദിവസം തന്നെ എന്ത് ചെയ്തു, കുറെ കുട്ടികൾ ഒലിച്ചു പോയി അല്ലേ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായി? നമ്മളെ കുട്ടികളല്ല, ചാലിയാർക്കൂടെ പോയതല്ലേ. ആ പോയിക്കണ തോണി മറിഞ്ഞ് കരിയണോ? ആ അങ്ങനെയുണ്ടോ? ബാബുവാ ഐക്കോസിന്റെ ചായ എടുത്താ എന്താണ് പറയാനുള്ളത്? ഇന്ന് 1-ാമത്തെ ദിവസമാണ്. അപ്പൊ എല്ലാരും സ്കൂളിൽ പോവാ. ഇന്നെല്ലാരും എന്നിട്ട് ജീവ ഉണ്ടോ? ഞാനില്ല. ഇന്നേ നൂറനാക്കി കൊടുക്കാൻ ഞാൻ വരാം. എന്താ പറയാ? പിന്നെ 1-ാം തീയതി സ്കൂൾ തുറക്കണം തൊട്ടുകാണ്ട് അപ്പിക്ക് സ്ഥിരം പരിപാടിയാണ്. വയറുവേദന, തലവേദന, പനി, ചെവി. ഇതുവരെ ഓല് 2 മാസം ഒരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി അപ്പ ഇങ്ങനെ തുടങ്ങും, ഇങ്ങനെ മെച്ചിയെ കൂടുതലും മെച്ചിനെയാണ് ഉപയോഗപ്പെടുത്തരുത് ഇതിൽ. ഇപ്പച്ചി ആദ്യം ഇപ്പച്ചിനെങ്ങനെ ഉപയോഗപ്പെടുത്തുക അത് ശരി. ഇപ്പച്ചിനോട് പോയി ഓൻ പറയലില്ല, ഓൻ അതിനുള്ള ധൈര്യം ഇല്ല. നിങ്ങളെ റോള് കഴിഞ്ഞു. 500 ചായയും അവിടെ ഉണ്ട് കേട്ടോ. ജൂനിയർ ആർട്ടിസ്റ്റ് അച്ഛമാത്ത ഞങ്ങൾ നടന്ന് ചായ കുടിക്കാൻ. അല്ല, ഇവിടെ സ്കൂളിൽ നേരം വൈകും, 10 മണിക്കാ. ഞാൻ ആക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാം. ഓനും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇപ്പോൾ വരും, കുടിക്കും, ചായ കുടിക്കും, പോരും കേട്ടോ. ഓക്കെ ഓക്കെ. ചായയും മാങ്ങിയും കാപ്പിയോ അതായത് കോമ്പോ. ഓളെ കൊണ്ടാക്കാന് ഇന്ന് സ്കൂൾക്കേ സ്റ്റാറാവാന് നൂറ. ഏതാ ഒരു സ്റ്റൈൽ. ഇങ്ങോട്ടെന്നാ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. രാവിലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിനി. വരി കയറിക്കോളി. ഹംസൊക്കെ പോരട്ടോ. ഇച്ചുവാ കൊറേല്ലേ കേറിട്ട്. അങ്ങനെയുള്ള പരിപാടി ഉണ്ട് കേട്ടോ. വല് ഡോഗ്സിന് പട്ടിനെ വാങ്ങാനുള്ള പ്ലാനല്ലേ? ഒരു പട്ടിക്കൂട് അനു വാങ്ങിച്ചത് വേണ്ട കേട്ടോ. അത് മറ്റേ പഞ്ചായത്തിൽ വീഴ്ച സാധനം അനു വാടി തന്നെ ഫുൾ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ ഇവിടെ വേസ്റ്റ് വെക്കുന്ന സാധനല്ലേ അതിന്റെ കൂടെ ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞ അഫീഫിനോടേ അവിടെ ഉണ്ട് കുറച്ചാണ്ട് പോയപ്പോ പഞ്ചായത്തിന് വേസ്റ്റ് ഇടുന്ന ഒരു പെട്ടി. അപ്പൊ അഫീഫിന് കൂട് വേണം. അപ്പൊ എനിക്കൊരു 25,000 റുപ്യന്റെ കയ്യിൽ തന്നാൽ മതി, പിറ്റേ ദിവസം ഇവിടെ കൂടെ എത്തുമ്പോൾ രാത്രി കുറച്ച് നയിച്ചേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് സ്റ്റേഷനും കയറി ഇറങ്ങേണ്ടി വരും. പക്ഷെ സാധനം ഇവിടെ എത്തുന്നുള്ള ഞാൻ പറഞ്ഞു. സീൻ കൂട് നല്ല ഐറ്റും വെയിറ്റും ഉണ്ട്, നല്ല കുറ്റിയുറപ്പുള്ള പഞ്ചായത്തിന്റെ കൂടെ. വേസ്റ്റ് ഒന്നുമില്ല, ആരും വേസ്റ്റ് ഇട്ടിട്ടില്ല. വേസ്റ്റ് ഒക്കെ അതിന്റെ പുറത്തു കൂടെ ഇട്ടിരിക്കണേ, നമ്മളെ നാട്ടുകാരല്ലേ. വേസ്റ്റ് ഇടാനുള്ള കുട്ടി കാണിച്ചു കൊടുത്തിട്ടും അതിന്റെ പുറത്തു കൂടെ വേസ്റ്റ് ഇട്ട് നിറച്ചു. എങ്ങനെ എപ്പോ വരും? എന്ത് പട്ടിയോ? പട്ടി മഴക്കാലം ഒന്ന് കഴിയട്ടെ, ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒതുക്കല്ലേ. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വാങ്ങാം, അല്ലെ അത് കുടുങ്ങും. ചെറിയ കുട്ടിയാണ് കേട്ടോ. ഞങ്ങള് മെല്ലെ നമ്മളെ നേതാവ് വരണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൂത്തല് പോയി. പിന്നെ മൂപ്പര് ടൈം വന്ന് രാവിലെ 8 മണിക്കാ. നിങ്ങൾ നീക്കൂല ശേഷം വരണ്ടായിരുന്നു. നിങ്ങളെ ടൈം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, ഞങ്ങൾ മെല്ലെ നടന്നിട്ട് എമർജൻസി സിറ്റുവേഷൻ ബാക്ക് ടു പോത്തുകൽ. എമർജൻസി സിറ്റുവേഷൻ
ബാക്ക് ടു സ്കൂൾ. കണ്ടോക്ക് ആ ഫ്രെയിം, പഴമന്റെ ഫ്രെയിം ആട്ടോ ആ ഫ്രെയിം. എല്ലാവരും സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നാടുണരുന്നേ ഈ നാടുണരുന്നേ. നൂറ ഇങ്ങോട്ട് കേറിക്കേ പറയട്ടെ. അപ്പൊ ശ്രീമതി യോ കൂറ്റമ്പാറ അങ്ങനത്തെ സ്റ്റൈലിൽ നടക്കണ കുട്ടികളോ? ബാംഗ്ലൂർ സ്റ്റൈലില് ആരാണ്? ഞാൻ ഇപ്പൊ കാണും കേട്ടോ. അന്റെ സ്കൂളിലാണോലൊക്കെ? റബ്ബേ അത്ര സ്റ്റൈലൊന്നും ഞാനും കൂടി ഇതില് പോയല്ല. സീന പോയ അങ്ങനത്തെ സ്റ്റൈലൊക്കെ ഇതില് പോയാല് ഇവിടെ തൊട്ട് അവിടം വരെ കുറ്റം മറിച്ചിലാവും. നൂറന്ന് ആരൊക്കെയോ വേണ്ടി ഒരുങ്ങിയതാണെന്ന് തോന്നുന്നു. ഇല്ലേ സീനിയറല്ല പക്ഷെ ജൂനിയറും അല്ല, ഇടനടുവിലാണ്. സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുമ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ല, 6ാം ക്ലാസ് കേട്ടോ. ഈച്ചു ആഫി ക്യാമറ കൊടുത്ത് ഈച്ചുവിനെ കൊടുത്താ. ആഫി വാങ്ങിക്കോ ക്യാമറ. ഈച്ചുവിന് എന്തോ 2 വാക്ക് സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് സ്കൂൾ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എന്താ പറയാ, ഒരു വർഷം പിന്നിട്ടല്ലേ പ്ലസ് ടു ഉണ്ട്. ഓ പ്ലസ് ടു ഉണ്ട്. ഇപ്പൊ ഏകദേശം 1 ഇയർ ബ്രേക്കിന്റെ ടൈം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയർ ബ്രേക്ക് എടുത്തു. ഇനി എന്റെ സെക്കൻഡ് ഇയർത്തെ ബ്രേക്ക് 2 കൊല്ലം ബ്രേക്ക് എടുത്താലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കുറച്ച് പാറപ്പൊടി ഇട്ടോ അൽഹംദുലില്ലാ. എന്റെ വണ്ടി വരുതി സീനായിട്ട് പറയും. സ്കൂളിൽ പോകുന്നവരോട് എന്താ പറയാല്ല, മര്യാദയ്ക്ക് സ്കൂളിൽ പോയി വരിക. വെറുതെ അലമ്പിനും പരിപാടിക്കൊക്കെ പോവാതൊക്കെ വെറുതെ നിങ്ങളെ ടൈം തന്നെ പോവും. ഇനിയിപ്പോൾ എന്താണെങ്കിലും അത് ഇനി വല്ല തല്ലൂടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമേ കാരം. വല്ല ചെവിയോ കണ്ണോ ഒക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി അടി കണ്ട ഞങ്ങൾ ഉണ്ണിമാഷ ആദ്യം പറയും, അടി കണ്ടപ്പോൾ അയ്യ ഉണ്ണിമാഷ ആദ്യം പറയും. ആ പരിസരത്ത് കണ്ടാൽ എവിടെയെങ്കിലും തല കണ്ടിട്ടുണ്ടെങ്കിൽ ചന്തിരെ തോലായിട്ട് പൊളിച്ചെന്ന് പറഞ്ഞു മുമ്പിൽ. അതുകൊണ്ട് അന്നേ നമ്മൾ ആ സാധനം നമ്മൾ വിട്ടേക്കും. വെറുതെ എന്തിനാ, അതുകൊണ്ടൊരു കാര്യമില്ല. അന്ന് അടി ഒന്നും നാടല്ല. അതായത് നിങ്ങളിപ്പോ അങ്ങാടിയിലൊരു തല്ലുണ്ടാക്കി, അങ്ങാടിയും തല്ല് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷത്തിന്റെ ചെക്ക് IPL മറ്റേ മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്ന പോലെ കിട്ടൂല. IPL മറ്റേ ഫാന്റസി കിങ് ഓഫ് ദ മാച്ച് കിട്ടണ അല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടോ? ഒന്നുകിൽ നിങ്ങളെ ചെവി പോവും, അല്ലെങ്കിൽ നിങ്ങളെ കണ്ണു പോവും. എന്നിട്ട് നിങ്ങളെ വാപ്പാർക്കും ഉപ്പാർക്കും പണിയാവുന്നല്ലാതെ യാതൊരു വിധ ഉപകാരവും ഇല്ലാത്ത പണി. അത് കോളേജിലടിയാണെങ്കിലും നാട്ടിലടിയാണെങ്കിലും എവിടുത്തെ അടിയാണെങ്കിലും നമ്മളെതിരാട്ടോ. അതായത് ഇനി 7സിലൊക്കെ അടിയുണ്ട്. ഇപ്പോൾ 7 ഫുട്ബോളിൻ്റെ ഒക്കെ അവസ്ഥ പറഞ്ഞാൽ തല്ലുടി ചാവുക. അതായത് ഫുട്ബോൾ എന്ന് പറയുന്ന കളി എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? UEFA FIFA ഒക്കെ പോലെ എന്തിനാണ് അത് കണ്ടക്ട് ചെയ്യണത്? അതിനോരോ മെസ്സേജ് ഉണ്ട്. ഓരോ ഇതിനും സംഭവങ്ങൾക്കും മെസ്സേജ് ഉണ്ട്. ഇത് ഒരു മെസ്സേജും ഇല്ല. അടിയാണ് ഇവിടത്തേക്ക് ഒരു മെസ്സേജ്. അപ്പോൾ തല്ല് കൂടാതെ ഇനിയിപ്പോൾ 7 ഫുട്ബോളിൽ തല്ലുകൂടിയാലും അത് കഴിഞ്ഞ് പോയാലും തല്ലുടി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടീം നല്ല ടീമിനെ അടിച്ച് തല്ലി തോൽപ്പിച്ചു, നിങ്ങൾക്ക് എന്താ മറ്റേ കനക കിരീടം എടുത്ത് തരുമോ? അന്ന് തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ മറ്റേ പൊട്ടിച്ചാൽ ഫൈനലിന് കിട്ടേണ്ട ട്രോഫി നിങ്ങൾക്ക് തരൂല. അപ്പോൾ ഒരു നേരത്തെ വാശിക്കും ദേഷ്യത്തിനും ഒരു മനുഷ്യൻ്റെ ജീവിതം അടിച്ച് പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സമാധാനപരമായി ഡീൽ ചെയ്യുക. 2 വർത്താനം പറയാനും കുഴപ്പമില്ല, എത്ര ചങ്ങായി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ അയിമ നിൽക്കും, വർത്താനത്തുമ്പോൾ നിൽക്കും. പക്ഷെ 2 പൊട്ടിച്ച് കഴിഞ്ഞാൽ ഗതിയും സ്ഥിതിയും മാറും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും നമ്മൾ നൂറിൻ്റെ സ്കൂളിലേക്ക് കടന്നു പോവുകയാണ്. പൂക്കോട്ടുംപാടം റോട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് എന്തൊക്കെ ടോപ്പിക് ഉണ്ടാക്കിയെടുത്തേ പറയാൻ കിട്ടിട്ട് അലമ്പിന് വരുന്നത് കാരണം കണ്ട് ഞാനോട് പറഞ്ഞു. അപ്പൊ തന്നെ പറയാനുള്ളത് ഇപ്പൊ അടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപരി തല്ലിവിടെ എന്താ അറിയോ? കൊടി പൊക്കി കൊടി താത്തി ഇതിനൊക്കെ അടി. എന്തിനും കാര്യത്തിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലൈഫിൽ പറയാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരും. ചിലപ്പോൾ തല്ലിവിടേണ്ട സിറ്റുവേഷൻ, പക്ഷെ അതൊക്കെ അത്രയും സീരിയസ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്കാണ് ചിലപ്പോൾ. അതിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നൊക്കെ. ഇത് പറഞ്ഞാൽ ഈ കൊടി ഇവിടുന്ന് ഈ അടി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പോയവന് പോവും. പിറ്റേ ദിവസം കാണാൻ ഒരു കോളേജിൽ എത്തുമ്പോൾ ഒരു തോളത്ത് വെച്ചിട്ട് അടിപൊളികൾ തോളത്ത് വെച്ചിട്ട് കിടക്കുന്നുണ്ടാവും. അതിൽ നഷ്ടം വന്നവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അലമ്പ് പരിപാടികൾ, പിന്നെ ഇപ്പച്ചി നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ ഡ്രഗ്സ് പരിപാടികൾ, ഇതിനൊന്നും പോവാതൊക്കെ നമ്മൾ വെറുതെ സ്കൂളിൽ പോവുക. അവിടെ എന്താണോ അത് അതൊന്ന് കിട്ടുന്ന നല്ല നല്ല
കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് എടുക്കുക. ചീത്ത കാര്യങ്ങൾ അതേപോലെ ഒഴിവാക്കുക. ഒരു ചെയ്കൂടെ വിട്ട് മറ്റേ ചെയ്കൂടെ വിടാറില്ലേ, അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ ഒഴിവാക്കുക. നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കയ്യിലെടുത്തിട്ട് പോരുക. പിന്നെ പഠിക്കാൻ കഴിയണ പോലെ, കാരണം എല്ലാവർക്കും ഒന്നും ഒരേപോലെ എന്തായാലും പഠിക്കാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് കഴിയണ പോലെ പഠിക്കുക, കഴിയണത്ര മാർക്ക് വാങ്ങുക, നിങ്ങളായ ലക്ഷ്യങ്ങളിൽ എത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതെ ലക്ഷ്യം നേടുക. എല്ലാവരും ഉഷാറായിട്ട് പഠിച്ച് നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞാൻ കുറെ കോളേജ് പരിപാടിക്ക് ഒരു 100, 100, 150, 200 കോളേജ് പരിപാടിക്കെങ്കിലും ഞാൻ പോയി കാണും. അപ്പോൾ എനിക്ക് ഞാൻ ഇതിന് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, കോളേജ് പരിപാടിയിൽ ഉണ്ടാവും ഇടയ്ക്ക് നമ്മളിങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പേജടി കാണണൊക്കെ തന്നെ ഇതൊക്കെ. അപ്പോൾ എന്താ പ്രശ്നം? കൊടി പൊന്തിച്ചാണ്. കൊടി പൊന്തിച്ച് എന്താ പ്രശ്നം? കൊടി പൊന്തിച്ച് അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് കൊടിയെല്ലാം പൊന്തിച്ച് തുണി പൊന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ തല്ലണത് നിങ്ങൾ? കൊടി പൊന്തിച്ചിട്ട് ഈ കോളേജുകാരൊക്കെ ഉണ്ടല്ലോ സർവ്വ പൊട്ടന്മാരാണ്. ചില ആൾക്കാർ പൊട്ടന്മാർ പറഞ്ഞാൽ കുടുമല പൊട്ടന്മാർ. അതായത് കോളേജിൽ പോത്ത് പോലെ വളർന്നാണ്ടില്ലേ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. എന്നിട്ട് ഇതൊരു ഹരം. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാം, എനിക്കൊന്നും കോളേജ് ലൈഫ് കിട്ടിയില്ലല്ലോ, ഇതൊക്കെ ഒരു ഹരാണ്. ആരാൻ്റെ ചെവി തല്ലി പൊളിച്ചത് വലിയ ഹരല്ലേ? മറ്റേ പാവങ്ങളെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പൊളിച്ചത്. എന്നിട്ട് പോത്തോളം വലുപ്പുണ്ടാവും ഓരോന്ന്. കോളേജ് പഠിച്ചണോ ഓരോന്ന് ഒരു പോത്ത് കാളകൂട്ടി നടക്കുന്ന ഒരു പോത്തിൻ്റെ ഒപ്പം നിർത്തിയാൽ അതിനെക്കാട്ടിലും സൈസ് ഈ കോളേജ് പഠിച്ചണോലുണ്ടാവും. എന്നിട്ട് ഇവലെ ഇങ്ങനെ തല്ലാൻ നിൽക്കുക. ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് സിനിമയത്തെ പോലെ ആക്കുക. പഠിച്ചാൽ പോയാൽ പഠിച്ചു പോരുക, സൗഹൃദ സമാധാനപരമായി പഠിച്ചു വരിക. അപ്പം എന്നോട് പറഞ്ഞു, കോളേജിൽ പോയാൽ എനിക്ക് എൻ്റെ സ്പിരിറ്റ് കിട്ടുള്ളൂ. ഏത് സ്പിരിറ്റിലും ഒരിക്കലും അടിച്ചിട്ട് സ്പിരിറ്റ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാനത് സപ്പോർട്ട് ചെയ്യൂല. അടിച്ചിട്ട് കിട്ടുന്ന സ്പിരിറ്റ് എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോണത്? എന്തെന്നൊക്കെ മനുഷ്യന് സ്പിരിറ്റ് ഇട്ടുണ്ട്. മറ്റേ ഫുട്ബോളിൽ നിന്ന്, മറ്റേ ക്രിക്കറ്റിൽ നിന്ന്, ഒരു ആർട്സ് ഫീൽഡിൽ നിന്ന്, പല മേഖല ഉണ്ട്. അതായത് അടിച്ച് കിട്ടണതിനെക്കാട്ടൊരു സന്തോഷം കിട്ടുന്ന പലവിധ മേഖലകളുണ്ട്. ആ മേഖലയിൽ വല്ല പഠിച്ച് നല്ല രീതിയിൽ ആയങ്ങാണ്ട് എല്ലാവരും മുന്നോട്ട് പോകുക. അപ്പോൾ കോളേജിൽ പോകണമല്ലോ കൂടി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അവനാൻ്റെ വഴിക്കൂടെ വഴി തനി വഴി കയറാണ്ട് അവനാൻ്റെ വഴിക്കൂടെ ഒരു സൈഡിൽ കൂടെ പോവുക. അതാണ് ഏറ്റവും നല്ലത്. സ്കൂളുകൾ ഫുള്ള് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് മാസമൊക്കെ കൊടുത്താണ്ട് ഇവിടുന്ന് വണ്ടി തട്ടിയിട്ട് അവനെടുത്ത് പോലടി നമ്മളടിക്കൊക്കെ അല്ലേ എവിടെയും അടിക്ക് നിൽക്കണത് വളവേ അല്ല. കാരണം അപ്പുറത്ത് നിൽക്കണവനൊരു പൊട്ടനോ ഒറ്റ ബുദ്ധിയോ ആണെന്നുണ്ടെങ്കിൽ ഓനൊരു പെണ്ണെടുത്ത് ചെവി കുത്തിയാണ്ട് ചെവിൻ്റെ കേൾവി ശക്തി പോയാൽ പോയി. ആർക്ക് പോയി? നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും പോയി. പിന്നെ അതിൻ്റെ പിന്നാലെ അടിച്ചോനും ഉണ്ടാവില്ല, അടിച്ചോൻ്റെ കുടുംബക്കാരും ഉണ്ടാവില്ല. വള്ളിക്കെട്ട് പിടിച്ചാൽ നല്ല രീതിയിൽ ജീവിച്ചു പോവുക എല്ലാവരും. അതാണ് പറയാനുള്ളത്. സോ നൂറൊക്കെ എന്താണ് പറയാനുള്ളത്? സ്കൂളിൽ തല്ലുണ്ടാവാറുണ്ടോ? എൻ്റെ സ്കൂളിൽ നിന്ന് തല്ലുണ്ടാവും. എത്ര ക്ലാസ്സിൽ? 4-ലോ 6-ല്. അപ്പം വലിയ സ്കൂളിൽ പപ്പടം പൊടിഞ്ഞാനൊക്കെ അടി. NSS-ൽ പപ്പടം പൊടിഞ്ഞ് കിട്ടിയതിനൊക്കെ അടി കിട്ടി. ആർക്ക്? ഇതിനെ കൊടി പൊന്തിച്ച പോലെ അല്ലേ ഈ സീന്. എന്നിട്ടോ ടീച്ചർമാരെ ടീച്ചർമാരത് ഒതുക്കി മടക്കി സിനിമൻ റോളിൽ ഉരുട്ടി വെച്ചു. കുറമി പഠിച്ചു. കുറമിയും സിനിമൻ റോളൊക്കെ പഠിച്ചു. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. നൂറന്റെ ഒരു വ്ളോഗ് ഉണ്ട്, ബാക്ക് ടു സ്കൂൾ വ്ളോഗ്. അപ്പൊ ഈ കാലയളവിൽ ഞാൻ ഇട്ട വ്ളോഗിൽ 10 ലക്ഷം വ്യൂസ് വെറുതെ നിന്ന് അടിക്കാൻ പോണ വ്ളോഗ് ആട്ടോ. ആ വ്ളോഗ് കാണാത്തോലെ പോയി കണ്ടോളി. നൂറയുടെ ബാക്ക് ടു സ്കൂൾ വ്ളോഗ് ഏകദേശം 9 ലക്ഷം വ്യൂസ് കടന്നിരിക്കുന്നു. കുറമി ചിനമാറോ കൊറിയ ചാംചിമിക്കോ. അപ്പൊ എന്തായാലും സ്കൂളിലെത്തിയിട്ട് പറമ്പ് സ്കൂളിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നൂറയുടെ സ്കൂളിൽ അങ്ങനെ അറ്റ് ലാസ്റ്റ് എത്തിയിരിക്കുന്നു. ചെറിയ ബ്ലോക്ക് നമുക്ക് വിസിബിളി കാണാൻ പറ്റും. ആ ബസ് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവലെന്താ എടുക്കാത്തത്? തിരിച്ചാലോ? നമ്മൾ കുടുങ്ങിയാലോ? നമുക്ക് ഇതിട്ട് ആൾക്കാർ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല, അത് പരിഹരിക്കാം. GPS പറമ്പ സ്കൂളിലേക്കാണ് നമ്മൾ വരുന്നത്. വാവ്,
അമേസിങ് സ്കൂൾ, അമേസിങ് അറ്റ്മോസ്ഫിയർ. താത്തേ ഒന്ന് കുറച്ചും കണ്ടിക്കും അവിടേക്കും ഇങ്ങോട്ടേക്കും. ഹൈ നൂറ, ഇറങ്ങാനുള്ള പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് പാടരുത്. എങ്ങനെയുണ്ട്? സൂപ്പർ പാട്ട്, ഇഷ്ടപ്പെട്ട? അപ്പൊ നൂറക്ക് മാത്രം നമ്മൾ അതിൻ്റെ എന്ത് ചെയ്തു, ചെറിയ സെഷൻ നമ്മൾ കേൾപ്പിച്ചു കൊടുത്തു. നമുക്കൊരു പാട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങാനുള്ള പാട്ട് നൂറക്ക് ഓക്കെയാണ്, നൂറക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒരു പാട്ട് നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാ ഈ വരുന്ന വലിയ പെരുന്നാൾക്ക് നമ്മളൊരു പാട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും അത് നമ്മൾക്ക് കാണാം, അത് നമ്മൾക്ക് കേൾക്കാം. സോ ഇതെന്തറാ പൂരപ്പറമ്പ പൂരപ്പറമ്പ് പോലെ പറമ്പ് സ്കൂളിന് ഒരുക്കിയിട്ടുണ്ടോ? ഇവിടെ പായസം ഇവിടെ നല്ലൂടി ചെമ്പിൽ. ഇന്ന് ചെമ്പിലാണ് പായസം. എവിടെ ഇറക്കണ്ടേന്ന് പറഞ്ഞേ? ഓക്കെ, എന്നാ നമ്മൾ ഇറങ്ങിക്കോ. എന്നാ അസ്സലാമു അലൈക്കും. പോയി പോരട്ടോ. ഓൾ ദി ബെസ്റ്റ്. അതാ നിന്നെ വാതിലടിക്കൽ ഒരാൾ കാത്തു നിൽക്കുന്നു. ഹായ്, ഹലോ. സ്കൂൾ തുറക്കല്ലേ? ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടോ. ഓർമ്മണ്ടേ? പോട്ടോ. താങ്ക് യു. ഞങ്ങള് പോട്ടോ. ആടാ എല്ലാരും വിളിച്ചില്ലേ? ഞങ്ങള് പോവാണ്. ഞങ്ങള് പോട്ടെ. ഇമ്മേ അസ്സലാമലൈക്കും. ഇമ്മേ ഇങ്ങനെ ആർക്കില്ലടാ. മമ്മൂട്ടി കാറിന്റെ ബാക്കിൽ മമ്മൂട്ടി. അയ്യോ, ബാക്കിലേക്ക് നോക്കി. ബൈ. യാ റബ്ബേ, ബൈ. ഉണ്ടോ അഫി ക്യാമറ എടുത്താ? അതിന് ബാക്കോ കഫിയെ ഒറ്റടി കിടന്ന് അറിഞ്ഞിട്ടാ. ഫോട്ടോ എടുക്കണോ? വേടുത്തോളി വണ്ടി. ഹായ്, താങ്ക് യു. തിരിച്ച് വേടുത്തോളി. ഓക്കെ. അല്ലാ പോട്ടാ. എടാ പോട്ടെ. അയ്യോ പോട്ടെ. ബൈ. വണ്ടി, എന്റെ വണ്ടി. അയ്യോ എന്റെ രഥം. അയ്യോ അതാ ബാക്കിൽ മമ്മൂട്ടി ബാക്കിലുണ്ട്. ബൈ. വണ്ടി കുട്ടാണ്, വണ്ടി അടിച്ചു പൊട്ടിച്ചു. അല്ലോ എവിടേക്കും പോവാൻ വയ്യട്ടാ ചേട്ടോ. അപ്പൊ നൂറ നമ്മൾ സക്സസ്ഫുള്ളി സ്കൂളിലാക്കി. നമ്മളിനി ഉപ്പച്ചിന്റെ സ്കൂളിലേക്ക് ചലിക്കുകയാണ്. അതിനിടയിൽ ഈച്ചുവിനൊരു ആസൈ. ആസൈ നാ പെരിയ ആസൈ ഒരു പൊരുൾ മേലെ. എന്താണ് ഈച്ചുവിന്റെ ആസൈ? നല്ല പൊറാട്ടയും ബീഫും കഴിക്കാനാണ് ഈച്ചുവിന്റെ ഒരു ആസൈ. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കാം. അഫീഫിന് എന്താണ് ആസൈ? അഫീഫ് എന്താ ഇട്ടിരിക്കുന്നത്? ട്രൗസറാ? നല്ല പാന്റ് ആണ് കേട്ടോ. അഫീഫിന് ഈ ലുക്കിൽ കൊണ്ടുപോയി പോകണം നമ്മുടെ സ്കൂളിൽ ഇറക്കിയല്ലോ ഗ്രൗണ്ടില്. പ്ലീസ് ഒന്ന് ഇറക്കട്ടെ പ്ലീസ്. നോ പ്ലീസ് ഒന്ന് കൊണ്ടുപോയി തള്ളിയിട്ടേ. പ്രാങ്ക് സ്കൂളിൽ പോകുമ്പോഴല്ലാത്ത അഫീഫിനെ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു പ്രാങ്കാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ പ്രാങ്ക് നമ്മളെ ചാനലിൽ പ്രാങ്ക് ഇല്ല എന്ന് എല്ലാവർക്കും പരാതി ഉണ്ട് കേട്ടോ. പ്രാങ്ക് ഒന്നും ചെയ്യണില്ല ഒരു സുഹൃത്തുക്കളെ. പറ്റിക്കൽസ് ഒന്നുമില്ല, ഫുള്ള് റിയൽ കണ്ടന്റ്സ്. പ്ലീസ് ഒരു റിയൽ പ്രാങ്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഇപ്പച്ചിൻ്റെ സ്കൂളിലെത്തി. GLPS പെട എന്താൾട്ടോ. ഇത് ഇവിടുത്തെ LSSൻ്റെ കുട്ടികളൊക്കെയാണ്. ഗാന്ധിജീൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, സ്റ്റാച്യു. അപ്പോൾ ഇതാണ് ഇപ്പച്ചിൻ്റെ കൊച്ചു സ്കൂൾ. ഇപ്പച്ചി ഇവിടുന്ന് പിരിയാട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പച്ചിൻ്റെ അച്ചമ്മൻ്റെ റൂം കേട്ടോ. ഹെഡ് മാസ്റ്റർ ഇല്ല, സിദ്ദീഖ് ഹസൻ ഹെഡ് മാസ്റ്റർ സാർ. ടോപ്പ് എച്ച് ചെയർ. വാവ്. ഇപ്പരലും വരട്ടോ. ഇത് ഞാനല്ലേ? ഞാനിട്ടത്
ഫീച്ചു ബെഞ്ചി എന്തൊക്കെ പരിപാടിയൊക്കെ പറ്റി പോസ്റ്റർ അടിച്ചിട്ടാ. GLPS പെട എന്താ ഇതില് സീൻ ഉണ്ടോ? ഇതില് ഷൈൻ ടോം ജാക്കോപ്പച്ചി. ടീച്ചറെ പോയോക്കാം. എവിടെ? ഞങ്ങൾ ഇപ്പൊ വരണം. ഞങ്ങൾ വെറുതെ വന്നാ. ഓയ് നമസ്കാരം. സർപ്രൈസ്. എന്താ വിശേഷം? എന്താ നമസ്കാരം. സലാം. ഞങ്ങൾ വെറുതെ ഇറങ്ങിയ. ആ വരാം. പച്ചി നിലമ്പൂർക്ക് മാറാല്ലേ? നിലമ്പൂർക്ക് ഭയങ്കര സർപ്രൈസ്. ഇല്ലേ? വെറുതെ ഞാൻ ചെലപ്പോ വരൂലേനി. അതാ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകല്ലേ. എങ്ങനെയെങ്കിലും ആ സ്കൂളിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാല് അമ്മമാർക്ക് അങ്ങോട്ടില്ല. പരിപാടികൾ ചെയ്യാൻ ഈച്ച കാഫിയൊക്കെ ഉണ്ടോ നേരത്തെ? ആരാന്നറിയില്ലേ? നമ്മുടെ സ്കൂളിലേക്ക് പല തവണയായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ ഈ അനൗൺസർ ആരാന്നറിയില്ലേ? സ്കൂള് പോവാതെ വന്നിങ്ങനെ കുട്ടികളാണല്ലേ? അറിയില്ലേ? സന്തോഷമാണ്. നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം ഒന്നും കൂടി നമുക്ക് നമ്മളെ ഈ പരിപാടിക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പൊ പഠിച്ച പാട്ടോ നിങ്ങളോട് പറയാനുള്ളത് നമ്മള് കുട്ടികൾ ഒരുങ്ങി വന്ന പുതുവത്സര കുട്ടികളെ കാണുകയാണ്. നാളെ മുതലേ ഈ ക്ലാസിന്റെ സ്കൂളിന്റെ കൊണ്ടാക്കിയോ? എല്ലാവരുടെ സന്തോഷം നമുക്ക് ഈ പ്രവേശനോത്സവം അടിപൊളിയാക്കാം. എല്ലാവരുടെയും ഈ വേദിക്ക് ചേർന്ന് നന്ദി പറയുന്നു. നമ്മുടെ അധ്യക്ഷന് ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നവരുടെ അധ്യക്ഷൻ ഈ പ്രത്യേക സമയങ്ങളിൽ നമുക്ക് അല്ലെ. അപ്പൊ മാഷ് ഒരു നയത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നു. പെട്ടെന്നായിരുന്നു സർപ്രൈസ്. നമ്മുടെ HM ഫാമിലി എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പിടയുന്നാളിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ സർപ്രൈസുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇവിടെ എത്തുന്നത്. പിന്നെ ഇനി ഇങ്ങനെയുള്ള സർപ്രൈസുകൾ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും ഹനാൻഷ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഈച്ചുണ്ട്. നമ്മുടെ സ്റ്റീലുണ്ട് കൂടെ. അപ്പൊ എല്ലാരും അങ്ങനെ തന്നെ വിളിക്കുന്നല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വലിയ സന്തോഷം. കാരണം മറ്റ് നമ്മുടെ പഞ്ചായത്തിൽ വേറെ ഒരു വിദ്യാലയത്തിനും കിട്ടാത്തൊരു ഭാഗ്യമാണത്. പ്രത്യേകിച്ചും ഇന്നലെ നമ്മുടെ ഹനാൻഷ ആദ്യം പ്ലേ ബാക്ക് പാടിയിട്ടില്ല അല്ലേ? ഫസ്റ്റ് പാടിയില്ല. അത് പുറത്തിറങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം. പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപാക്ക് എന്ന സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാലക്സിയിലൊക്കെ ഉണ്ട്. അപ്പോ ഷഹബാസ് അവൻ എന്ന ലെജൻഡറി കമ്പോസർ സിംഗറും കൂടെ അല്ലേ? ആ പാട്ട് മനോഹരമായിട്ടൊരു പാട്ടാണ്. അപ്പൊ ഹനാൻഷ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ വലിയ സന്തോഷം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു 2025 അക്കാദമിക് വർഷത്തെ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് എത്തിയുള്ള ഹനാൻഷ വേദിയിലേക്ക് നിറഞ്ഞ കൈകളോട് നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. അത് പിന്നെ എല്ലാവർക്കും നമസ്കാരം. അതേപോലെ തന്നെ ഫസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നിൽ കാണാൻ പറ്റുന്നത് പുതിയ വിഷൻ ആൾക്കാരല്ലേ അല്ലേ? അപ്പൊ ഒരുപാട്
ഒരു പ്രതീക്ഷയില്ലാതെ സ്കൂളിൽ എത്തിച്ചേർന്ന കുറച്ച് ആൾക്കാരും ഒരുപാട് പ്രതീക്ഷയോടെ വളരെ കൊടുന്ന ആക്കിയ ആൾക്കാരുടെ ഒരു ബാക്കിൽ കാണാൻ പറ്റുന്നത്. സോ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ പഴയതാൾ സ്കൂളിനെ പറ്റി പറയാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഇപ്പച്ചി പല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുല്ലങ്കോട്, പൂക്കോട്ടുംപാടം, പറമ്പ, പുലാമന്തോട് ഒരുപാട് സ്കൂളിൽ ഇപ്പച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങള് വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്കൂളായിരുന്നു എപ്പോഴും ഈ ഒരു പഴയതാൾ സ്കൂള്. കാരണം ഇവിടുത്തെ ഓരോ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കൂളുകളെ പോലെയല്ല, വളരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അത് ഇപ്പച്ചി എപ്പോഴും എടുത്തെടുത്ത് പറയാറുണ്ട്, ഇപ്പച്ചി ഇങ്ങനത്തെ ഒരു ഭാഗ്യമാണ് ഈ സ്കൂള്. അപ്പൊ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും വളരെ നല്ല ടീച്ചേഴ്സ്, എന്തിനും ഏതിനും ഇപ്പച്ചിന്റെ കൂടെ നിൽക്കുന്ന വളരെ ഒത്തൊരുമയോടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഈ സ്കൂളിലുള്ളത്. സോ എനിക്ക് വേറെ സ്കൂളിൽ നിന്നും ഇപ്പച്ചി ട്രാൻസ്ഫർ ആവുന്ന ദിവസമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സംഭവം ഞങ്ങൾ വല്ലാണ്ട് മാറ്റർ ആക്കി എടുത്തിട്ടില്ല. കാരണം ഇത് ഒരുപാട് ഇപ്പച്ചി പോലെ 14 സ്കൂളോ, എത്ര സ്കൂളാ, 14 സ്കൂളിൽ പഠിപ്പിച്ച ആളാണ് ഇപ്പച്ചി. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങള് ഇതൊന്നും ചോദിക്കാനും നോക്കാനും പോയില്ല. ഇപ്പച്ചിന്റെ റൂട്ട് മാറി പോകുമ്പോ ഇപ്പച്ചി എങ്ങട്ടാ, ഞാൻ ഈ സ്കൂളിൽ മാറി, അത്ര അറിയാനുള്ളൂ. പക്ഷെ ഈ സ്കൂളിൽ മാറുമ്പോ എന്താണെന്നറിയില്ല, നമുക്കും ഉള്ളിലൊരു ചെറിയ വിഷമവും. കാരണം ഇങ്ങോട്ട് ഇനി വരാൻ പറ്റില്ലല്ലോ, ഇവിടെ നമുക്കൊരു ആക്സസ് ഉണ്ട് ഈ സ്കൂളിൽ, എപ്പോഴും കയറി വരാം ഇപ്പച്ചിയുടെ അച്ഛന്മാരെന്നുള്ളത്. അപ്പൊ ആ ഒരു സംഭവം പോണതിന് ചെറിയൊരു സങ്കടം. എന്നിരുന്നാലും എന്നും സ്കൂളിൽ നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, ഇന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മികവുറ്റ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരുപാട് സ്കൂളുകൾ ഇപ്പച്ചിക്ക് മാറാനുണ്ടാവില്ല. അത് മാറിയാൽ ചിലപ്പോൾ ഈ കർളായി സ്കൂള്, അതോടെ ഏറ്റവും അടുത്തുള്ള സ്കൂളിലെത്തി, ദൂരം ഇങ്ങോട്ട് എത്തി. സോ ഇപ്പച്ചിക്കും എല്ലാവരും ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനും കുട്ടികളും എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പം രണ്ടുപേരും പാടാം. അതെ, അനാൻഷ ഇങ്ങനെ സംസാരിച്ചു പോകല്ലോ വേണ്ടത് അല്ലേ? അനാൻഷയുടെ പാട്ട് കേൾക്കാനാണ് നമ്മളെല്ലാവരും എടുക്കുന്നത്. അപ്പൊ എന്തായാലും രണ്ടുപേര് 2 or 4 അതൊരു മുഴുവൻ പാട്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ആ പാട്ട് പാടുന്നതിനായിട്ട് അനാൻഷ ക്ഷണിക്കുന്നു. ഞാന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. ഒരു കുമ്പിൽ പൈമ്പാലേ കുറുമ്പഞ്ഞു വേണ്ടു, ഒരു കുഞ്ഞിക്കുരുമുണ്ടേ ഉടുക്കാനും വേണ്ടു. ഒരു കുമ്പിൽ പൈമ്പാലേ കുറുമ്പഞ്ഞു വേണ്ടു, ഒരു കുഞ്ഞിക്കുരുമുണ്ടേ ഉടുക്കാനും വേണ്ടു. കണ്ണനും നിന്നെ നോക്കി കണ്ണു വയ്ക്കും നക്ഷത്രം, നാവൊരു പാടിയൊഴിഞ്ഞു തരുവേ നാടൻ പുള്ളുവനെ. വാവോ വാവേ വല്ലമകൾ സമ്മാനം, എന്ത് തരാൻ മേലെ തങ്കനിലാക്കിന്നും ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാ. കഥയുണ്ട്. ഈ സമ്മാനം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത ടാർഗറ്റ് ക്ലബാണ്. അപ്പൊ ആ ടാർഗറ്റ് ക്ലബിന് വേണ്ടി നല്ലൊരു ഗൈഡ് നമുക്ക് നൽകാം. നമ്മളവിടെ എപ്പോഴും എന്താവശ്യം എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾക്കാണ്, LKG അതുപോലെ തന്നെ 1ാം ക്ലാസ്, ഈ കുട്ടികൾക്കുള്ള സമ്മാനം. നെക്സ്റ്റ് ദേവർഷ് സി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിളിച്ചപ്പോൾ തന്നെ എത്തിയോ? അങ്ങോട്ട് നോക്കടാ. നെക്സ്റ്റ് നിതാര കെ. അടുത്ത എന്താപ്പാ? അടുത്തത് ഇതിന്റെ പാട്ട് അവസാനം പാട്ടുണ്ടോ? പായസം. നമ്മുടെ
LSS കുട്ടികളെ പ്രാപ്തരാക്കിയിട്ടുള്ള നമ്മുടെ ഷൈലജ ടീച്ചർക്കുള്ള ഒരു സമ്മാനം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അത് നൽകുകയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. കാരണം അക്ഷയുടെ പരിശ്രമത്തിന്റെ ഒരു ഫലം കൂടിയാണ്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ മക്കൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ കുട്ടികളെ ഇന്ന് ഈ കാണുന്ന ഈ പുഞ്ചിരിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഷൈലജ ടീച്ചർ. ടീച്ചർക്കുള്ള ഒരു സ്നേഹ സമ്മാനം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നൽകുകയാണ്. നല്ലൊരു കൈ നമുക്ക് നൽകാം. നമ്മളെ കൂടെ കുട്ടു എന്തിനാ കാര്യണേ? അത് നമ്മുടെ മുന്നിലെ എക്സാമ്പിൾ. അമ്മ അവിടെ അല്ലേ? പിന്നെന്താ പ്രശ്നം? ഓരോ രക്ഷിതാവിനും എന്താണ് കുഴപ്പം? കരയല്ലി പഠിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അറിയില്ലേ? അറിയാം. അപ്പൊ അതിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടി. മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോ മറ്റു ഒന്നാം ക്ലാസ് ടീച്ചറാണെങ്കിൽ വിടാൻ പാടില്ല. ഒന്നാം ക്ലാസ്സിലെ ടീച്ചർക്ക് ചുമതലയുണ്ടെങ്കിൽ ആ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ ആ ടീച്ചേഴ്സ് നോക്കാറുള്ളൂ. 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിദ്യാലയത്തിന്റെ മാത്രമേ കുട്ടികളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ജസീർ മാഷ് ഇവിടുന്ന് പോയ ജസീർ മാഷ് ഇപ്പോഴും ശരിയല്ലേ? ഒരു കാര്യം പറയുമ്പോ അവര് കേൾക്കാതിരിക്കുമ്പോ നമ്മള് ഗ്രാമം കുറിച്ച് എനിക്ക് പോകാറുണ്ട്. ഇതിലെ കുട്ടികളെ അവരെ നല്ല രീതിയിൽ അവരെത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ്. ഈ വിജയം നമുക്ക് തുടർന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സെൽഫി ആർക്കും കിട്ടിയില്ല. എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കെ. വർത്താനം പറയൽ നിർബന്ധമാണെങ്കിൽ മിണ്ടാതെ വർത്താനം പറയണം. മിണ്ടാതെ വർത്താനം പറയാൻ കഴിയോ? ഒന്ന് മിണ്ടാതെ വർത്താനം പറഞ്ഞേ. അതെ, മിണ്ടാതെ വർത്താനം പറയാം. അല്ലെങ്കിൽ കണ്ട കയ്യോണ്ടൊക്കെ കണ്ണുകൊണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാൻ പറ്റിയ നോക്കൊന്ന് വായിച്ചേ. ഒന്നിച്ച് ഉറക്കെ പറയും. ഒന്നിച്ച് പോരാ, ഒന്നിച്ച്. വെരി ഗുഡ്. ഒന്നായി ഒന്നാവാം. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം. ഒന്നാവണ്ട നമുക്ക്. ലാ 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 പഠിക്കേ. ലാ 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 ലാ. ഒരു നവവിദ്യാലയ വർഷം ഒരുമയിൽ കൂടിടുവാൻ ഹർഷം. പുതുമയുണർത്തും പ്രതീക്ഷകളാൽ പൂമ്പാറ്റകളായി പാറി വരാം. പൂത്തുമ്പികളായി തുള്ളി വരാം. പൂമ്പാറ്റകളായി പാറി വരാം. പൂത്തുമ്പികളായി തുള്ളി വരാം. ലാ 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 ലാ. പുതുമഴ പുതുമണം നൽകുമ്പോൾ പുതുനാമ്പുകൾ തല പൊക്കുമ്പോൾ പുത്തനുടുപ്പും പുസ്തകവും പുതുമകൾ നിറയും കനവുകളും പുതുമകൾ നിറയും കനവുകളും. ലാ 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 ഗുരുവിൻ മൊഴികൾ തിരുമൊഴികൾ ഗുണകരമാകും ശുഭവഴികൾ. മാനവമോചന ഗീതമതോതും മാതൃക തലമുറയാവുക നാം. മാതൃക തലമുറയാവുക നാം. ലാ 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 ലാ. ന്യൂസ് പീഡിയ പിടിക്കേ. ലാ 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 ലാ
ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സത്യം പറയാലോ, എനിക്കിവിടെ പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം സന്തോഷിക്കാൻ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല. അവർ ഇന്നെ കൂട്ടാൻ വേണ്ടി പോകുന്ന പുതിയ സ്കൂളിലേക്ക് ഇന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് വന്നത് കിട്ടിയത് മുതലായത് നമ്മുടെ സ്കൂളിലാണ്. എല്ലാ LSSൻ്റെയും കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കാൻ 3 സെലിബ്രിറ്റികളെയും, ഈ 3 മക്കളാണ്. ഹനാനാണെങ്കിൽ ഇവരൊക്കെ ഈ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ആദ്യങ്ങൾ പറഞ്ഞ പോലെ ആരെ വിട്ട് വെച്ച് മാഷ കുട്ടിയാന്നില്ലേ, അവനിപ്പോഴും കുട്ടി തന്നെയാണ്. ഒക്കെ ഉണ്ടെങ്കിലും 24 വയസ്സേ ഉള്ളൂ, കൊണ്ടിട്ട് കാണാനായിട്ടില്ല. കാരണം ഇപ്പോഴും കുട്ടിത്താണ്. ഞങ്ങളുടെ അടിയിൽ വന്നിട്ടാണ് കിടക്കുക, എൻ്റെയും വൈഫിൻ്റെ അടിയിൽ വന്നിട്ടാണ് കിടക്കുക. എന്നിട്ട് അവനെ ഉറക്കം കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ കുട്ടിത്തം മാറിയിട്ടില്ല. പിന്നെ പൊതുവിദ്യാലയത്തിലാണ് എൻ്റെ മോന് പഠിച്ചത്, കൂറ്റമ്പാറ LP സ്കൂള്. അത് കഴിഞ്ഞിട്ട് PMS UPS രാമൻകുത്ത്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് മാനവേദൻ പിന്നെ ഹൈസ്കൂള് നിലമ്പൂർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂൾ, ഞാൻ വർക്ക് ചെയ്ത 10ാം ക്ലാസ്സിലേക്ക് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒന്നുകൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടി. പൂക്കുടുംബാണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇവിടെയൊക്കെ പഠിച്ചിട്ട് അധ്യാപകനാണ്. ഇതേപോലെ വിദ്യാലയത്തിൽ പക്ഷേ കള്ളത്തരം കാട്ടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കയറിയിരുന്നു. അപ്പോൾ പാട്ട് നിന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അത് പറ്റില്ല, പാടണം എന്നാണ്. പാട്ടും ടീച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എന്താ പറയുക, വോട്ടിനിട്ടു. ഗ്രൂപ്പിൽ ചോദിച്ചു, പാട്ട് വേണ്ട ആളുകൾ വോട്ട് ചെയ്യുക, ടീച്ചിങ് വേണ്ട ടീച്ചർ ആവേണ്ട ആളുകൾ വോട്ട് ചെയ്യാൻ. ടീച്ചർക്ക് കിട്ടിയത് 10 മാർക്ക്. എത്ര മാർക്ക്? ഉറക്കെ പറയും. 10 പറഞ്ഞിട്ട് മതി. എത്ര മാർക്ക്? അങ്ങനെ പറയും, 10 മാർക്ക്. മ്യൂസിക്കിന് കിട്ടിയ മാർക്ക് എത്ര അറിയോ? 100-ന്ന് 10 പോയി എത്ര ബാക്കി? അതൊക്കെ 2 മാസം കൊണ്ടൊക്കെ പോയിക്കണേ, ഇനിയൊന്നുമില്ല. ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കണം. 100-ന്ന് 10 പോയാൽ ബാക്കി ആലോചിച്ചാണ്. കുഴപ്പമില്ല, പൈസ ഒന്നും കൊടുത്തേക്കാൻ കിട്ടോ. ഇനി ഒരു മാസം സ്കൂൾ വന്ന് റെഡിയാണ് വരെ ദയവതി പീടിയേക്ക് വിടരുത്. 100 രൂപ കൊടുത്താൽ ചില്ലറ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പം അതുകൊണ്ട് പിന്നെ എത്രയാണ് പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. 90 കിട്ടിയത് മ്യൂസിക്കിനാണ്. അങ്ങനെ കിട്ടിയിട്ടാണ് തൽക്കാലം സ്കൂളിൽ നിന്ന് കുട്ടിയോടൊക്കെ ആ ടാറ്റ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടിയിലൊക്കെ വന്ന് കാണും, ഇങ്ങനെ പാടിയാണ്ട് ഇപ്പം ഇങ്ങനെ രസം കാണുകയാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ അല്ലേ. ഓരോരുത്തർക്കുള്ള കഴിവ് പടച്ചം കൊടുക്കണാണല്ലോ. ഏതായാലും പിന്നെ സ്കൂളുകളൊക്കെ തുറന്നു. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നതാണ്, ഞാൻ കേരളത്തിലേക്കൊന്നും പോകുന്നില്ല, വണ്ടൂർ ഉപജില്ലയിൽ എന്തായാലും ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ നിലമ്പൂരിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇവിടേക്ക് ആളുകൾ വരാത്തത് അതിന് കാരണം. ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നുണ്ട്. മെമ്പർമാരോ പ്രസിഡന്റുമാരോ ഒന്നും വരാൻ പാടില്ല, ഉദ്ഘാടനം ചെയ്യാനൊന്നും പാടില്ല എന്നില്ലാണ്. നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി, സന്തോഷം. എനിക്കിനി ഞാനൊന്നും പറയാനില്ല. ഇനി സ്കൂളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടൊരു 7 days 1 മണിക്കൂർ സമയം പ്രത്യേക വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കുകയാണ്. ഇന്നത്തെ പിന്നെ ഉദ്ഘാടനം ഞാൻ ചെറിയൊരു പാട്ട് പാടിക്കൊണ്ടാണ്, നോക്കല്ലേ, പാട്ട് പാടിക്കൊണ്ടാണ് നിർവഹിക്കുന്നത്. ഈ പാട്ട് കേട്ടിട്ട് അവസാനം നിങ്ങൾ പറയണം എന്തായിരുന്നു സർക്കാർ കുട്ടി. ചിരിച്ചാണി നാവ് നോക്കട്ടെ, നാവ് പുറത്ത് കിട്ടാണി. കുട്ടിക്കാലം തൊട്ടു തന്നെ ലഹരിയിൽ നിന്നൊക്കെ മാറും മക്കളെ, മക്കളെ. കുട്ടിക്കാലം തൊട്ടു തന്നെ ലഹരിയിൽ നിന്നൊക്കെ മാറും മക്കളെ, മക്കളെ. പുകവലിയും മദ്യപാന പാൻപരാഗിൽ നിന്നു മാറും മക്കളെ, മക്കളെ. പുകവലിയും മദ്യപാനം പാൻപരാഗിൽ നിന്നു മാറും മക്കളെ, മക്കളെ.